1983 റീസർവേ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ കേസിലെ വാദിയായിട്ടുള്ള ശങ്കരൻ നായരുടെ പേരിലേക്ക് ഇങ്ങനൊരു സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് വരുന്നത്. അതിനു മുമ്പ് 4 തലമുറകളായിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് മുതൽ ഈ ദളിതരായിട്ടുള്ള 8 കുടുംബങ്ങൾ അവിടെ താമസിച്ചു വരികയാണ്. അവർ സാധാരണക്കാരാണ്. അവർ വലിയ അറിവും വിവരമോ സാമ്പത്തിക ഇതൊന്നും ഇല്ലാത്ത ആളുകളാണ്. അവരൊരു സുപ്രഭാതത്തിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഒരു കത്ത് വരുമ്പോഴാണ് ഞങ്ങൾ താമസിക്കുന്ന വസ്തുവിന്, നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന വസ്തുവിന് വേറൊരു അവകാശിയുണ്ടെന്ന് അവരറിയുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊരു ഉന്നതിയാണോ അതല്ല പരമ്പരാഗതമായി ഇവർ പട്ടയം അനുഭവിച്ച് കൈവശം വയ്ക്കുന്ന ഭൂമിയാണോ? ഇത് സർക്കാർ പുറമ്പോക്ക്, അതായത് 83 റീസർവേക്ക് മുമ്പ് സർക്കാർ രേഖകളിൽ ഇത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയായിട്ടാണ് കിടക്കുന്നത്. ആ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ 19 ഏക്കർ സ്ഥലമാണ് ഉള്ളത്. ആ 19 ഏക്കറിൽ വരുന്ന 2 ഏക്കർ വരുന്ന ഭൂമിയിലാണ് ഈ പറയുന്ന 8 SC കുടുംബങ്ങൾ. അവരെല്ലാം കുടുംബക്കാരാണ്. അതൊരു ഉന്നതിയായിട്ട് നമ്മൾ ഇല്ല. പക്ഷെ ആ SC കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കേസ് വരുന്ന വഴിക്കാണ് ഇവരറിയുന്നത് വേറെ ആരുടെ പേരിൽ ഇത്തരത്തിൽ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്ന്. സ്വാഭാവികമായിട്ട് കൂലിപ്പണി എടുത്ത് 80 വരെ കരമടച്ചുകൊണ്ടിരുന്ന ഭൂമിയാണത്. 80 വരെ അവർ കരമടച്ചാൽ അവർ പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ചിരുന്ന ആളുകളാണ്. ഇതിൽ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ആ പ്രദേശത്ത് സർക്കാർ ഫണ്ടുകൾ, ഇപ്പോൾ റോഡുകൾ സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് അവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് സ്വകാര്യ ഭൂമിയാണെങ്കിൽ അപ്പോൾ ആ വഴികളിലൂടെയൊക്കെ പോകുന്ന ഭാഗത്ത് റോഡുകൾ നന്നാക്കിയിട്ടുണ്ട്, പാലങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വകാര്യ ഭൂമിയായിരുന്നെങ്കിൽ ഒരിക്കലും ഈ സർക്കാരിൻ്റെ ഫണ്ടുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പോൾ പല ആളുകളും പറയുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്ന ശ്രീനിജൻ, സ്വാഭാവികമായി വരുന്ന ചോദ്യം, പുറമ്പോക്കിൽ ഇത്ര നാളായി അവിടെ കിടന്നു, ഒരു സർക്കാർ വരെ പുനരധിവസിച്ചില്ല. തുടർഭരണം ഉണ്ടായിട്ടും പിണറായി വിജയൻ സർക്കാരിനും അത്രയും കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ പറ്റിയില്ല. ആ പുനരധിവസിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നത്തിലേക്ക് വരില്ലായിരുന്നല്ലോ. അവിടെ വളരെ നിഷ്കളങ്കമായിട്ട് അജിംസ് ചോദിച്ച ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഈ 2 ദിവസമായിട്ട് കോൺഗ്രസ് സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത്. ഇതിൽ ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഞാനൊന്ന് വിവരിക്കാം. അതായത് 2022 ഈ കേസ് വിധി വരുന്നത്. അതുവരെ ഇത് 2 സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള തർക്കമായിട്ട് മാത്രമാണ് കണ്ടിരുന്നത്. അങ്ങനെ 2022 ഈ വിധി വരുന്ന സമയത്ത് അതിന് ശേഷം അപ്പീൽ പോയി, സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. അങ്ങനെ 2023 സുപ്രീം കോടതിയിൽ അഡ്മിഷൻ കിട്ടിയില്ല. അതിനുശേഷമാണ് MLA എന്നുള്ള രീതിയിൽ ഈ പ്രശ്നം എൻ്റെ മുന്നിൽ വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ്. അപ്പോൾ 2023 ഒരു റിട്ട് പെറ്റീഷൻ ഇതിന് പാരലായിട്ട് ഒരാൾ ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു. ആ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അന്ന് പറഞ്ഞ് ഈ 19 ഏക്കർ പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചുകൂട്ടി. അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ഉമേഷ് ഒരു ഉത്തരവിറക്കി ഈ 19 ഏക്കറും അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി. അതായത് ഈ 19 ഏക്കറിലാണ് ഈ 2.5 ഏക്കർ വരുന്ന സ്ഥലം. അപ്പോൾ അതെല്ലാം പുറമ്പോക്ക് ഭൂമിയാണെന്നുള്ളതാണ് സർക്കാർ രേഖകളിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അളന്ന് തിട്ടപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ 19 ഏക്കറിലുള്ള ആളുകൾക്ക് ഞങ്ങൾ നോട്ടീസ് കൊടുത്തു. അന്ന് ആ നോട്ടീസ് കൊടുത്തത് അവിടെ മുഴുവൻ ആളുകളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഈ SC കുടുംബങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ പരിരക്ഷ നമുക്ക് കൊടുക്കാൻ കഴിയണം എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് അവരെ പുനരധിവസിപ്പിക്കണമെന്നാണ്. ഞങ്ങളുടെ നിലപാട് അതല്ല. കാരണം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഫോർജ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തി ഇവർക്ക് അർഹമായിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഇവരെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഭൂമി അവർക്ക് തന്നെ കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതല്ലാതെ ഏതെങ്കിലും സർക്കാർ ഭൂമി അവർക്ക് കൊടുത്ത് എന്തിനു വേണ്ടി? സർക്കാരിൻ്റെ 19 ഏക്കർ പുറമ്പോക്ക് ഭൂമിയാണെങ്കിൽ ആ അവകാശം നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന അവിടുത്തെ ആളുകൾക്ക് തന്നെ കിട്ടണം. പക്ഷേ അത് നിയമപരമായിട്ട് തന്നെ കൊടുക്കാൻ കഴിയണം. അങ്ങനെ 19 ഏക്കറിലുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുത്തതിന് ശേഷം അത് സർക്കാർ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ക്ലെയിം വരും പട്ടയം കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അപേക്ഷ കൊടുക്കുന്ന മുറയ്ക്ക് നമുക്ക് സർക്കാരിന് പട്ടയം കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ്. പക്ഷേ അതിന് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തീകരിക്കുന്ന സമയത്താണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്നലെ പോലീസ് വളരെ ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ ഷമാസിൻ്റെ അടുത്ത് പറഞ്ഞു, മുൻ MLA എങ്ങനെ അവിടെ, ഞങ്ങളൊക്കെ ആ പ്രദേശത്ത്
രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. MLA ആയാലും ഇല്ലെങ്കിലും അവിടെ തന്നെ ഉള്ളകളാണ്. ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ഞാൻ എന്താ ഒളിച്ചോടണമായിരുന്നോ?